നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്ന് ഇരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ആത്മീയ ആചാര്യൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ടാണ്. അങ്ങ് ഈ ആത്മീയ രംഗത്തേക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ എത്തിയിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും അങ്ങ് ആ ആത്മീയ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ആ ബാല്യകാലം ഉണ്ടാവും, അങ്ങയുടെ ബാല്യകാലം ഉണ്ടാവും, ആത്മീയ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ബാല്യകാലം ഉണ്ടാവും. ആദ്യം നമുക്ക് ആ ബാല്യകാലം എങ്ങനെയാണ് അങ്ങ് ഈ ഇങ്ങോട്ടുള്ള പ്രവേശനത്തിൽ ആ എൻട്രി പാസ് ഒന്ന് ഓർമ്മയിൽ നിന്ന് പുതുക്കിയ നന്നായിരുന്നു. 1961 ഞാൻ ജനിക്കുന്നത്. ഒക്ടോബർ 2 കന്നിമാസത്തെ പുണർദോമാണ്. അപ്പൊ 3 പെൺകുട്ടികൾക്ക് ശേഷം 4ാമത്തെ ആൺകുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു വാത്സല്യഭാജനം. ചേച്ചിമാരുടെയൊക്കെ വിവാഹം ഞാനൊരു 5-6 വയസ്സുള്ളപ്പോഴേ നടന്നു. പിന്നെ അമ്മയും അച്ഛനും ഞാനുമായി ഈ 4 ഏക്കർ പറമ്പിലെ 4 കെട്ടിൽ താമസിക്കുകയാണ്. അച്ഛൻ മലയാള രാജ്യം പത്രത്തിൽ ജോലിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ നാട്ടിൽ വന്ന് ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി, രാഷ്ട്രീയ പ്രവർത്തനം, സാമുദായിക പ്രവർത്തനം. അച്ഛൻ്റെ വീട് ഓച്ചറയാണെങ്കിലും അമ്മയുടെ തറവാട് ഇതായതുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് അച്ഛൻ താമസം മാറ്റുകയായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഓച്ചറ താമസിക്കേണ്ടവരാണ്. അപ്പം ബാല്യത്തിലെ അമ്മയുടെ അമ്മ ഹരിനാമകീർത്തനം ജപിക്കുകയും നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭക്തി കണ്ടിട്ടില്ല, എങ്കിലും അമ്മൂമ്മയെ സഹായിക്കുന്നു. കുടുംബക്ഷേത്രമുണ്ട്, ഭദ്രകാളി അമ്മയാണ് ഇവിടെ തന്നെ. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടന്നാൽ കുടുംബക്ഷേത്രമായി. പക്ഷെ അവിടെ നിത്യപൂജയില്ല, ആരാധനയില്ല. പഴയ പാരമ്പര്യം പേറി ഇങ്ങനെ ദേവീ ശ്രീകോവിലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ മാസം തോറും ഭാഗവത പാരായണം നടത്താനൊക്കെ ഒരു ശ്രമം ഞങ്ങൾ നടത്തി. വീടിൻ്റെ മുന്നിൽ കടുവിനാൽ ദേവീക്ഷേത്രം, ചെറുവള്ളിൽ ദേവീക്ഷേത്രം, കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന മണ്ടക്കാട്ടമ്മയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം, പിന്നെ ദേശദേവതയായ 4 കരകളുടെ പങ്കാളിത്തമുള്ള ഭരണിക്കാവ് ദേവീക്ഷേത്രം, മുട്ടക്കുളം ദേവീക്ഷേത്രം. അവിടെയൊക്കെ ഈ മാസവായന നടക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന വഴി അവിടെ കയറി ഭാഗവതം വായിക്കും. അതിന് അമ്മയ്ക്ക് വിരോധമായിരുന്നു. അമ്മയുടെ വിരോധം വരാൻ കാരണം 3 കുട്ടികൾക്ക് ശേഷം പിറന്ന ഞാനിനി സന്യാസ ജീവിതം വല്ലതും അവലംബിച്ച് പോയാൽ ഇവിടെ താമസിക്കാൻ ആളില്ലാതാകുമോ എന്നൊരാശങ്ക അമ്മയ്ക്കുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മൂമ്മ ഹരിനാമകീർത്തനം ചൊല്ലുമ്പോൾ ഞാനും ഉണരും. ആ നാമജപത്തിലോട്ടൊരു താല്പര്യം വരുന്നതിന് കാരണക്കാരി അവസ്ഥത്തിൽ അമ്മൂമ്മയാണ്. അപ്പൂപ്പൻ നേരത്തെ മരിച്ചുപോയി. ആ അമ്മൂമ്മയും ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആയപ്പം മരിച്ചു. അച്ഛൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിൽ 1974 മരിച്ചു. അപ്പം ഞാനന്ന് 8ാം ക്ലാസ്സിലാണ്. കറ്റാനമ്പോ എസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ഹെഡ് മാസ്റ്റർ മണ്ണന്തല വേലാനാരി സാറാണ് പള്ളിക്കൽ എന്ന് എനിക്ക് പേരിടുന്നത്. അപ്പം നാമജപത്തിൽ താല്പര്യം എനിക്ക് പൊതുവെ ഉണ്ടായി. അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ പെട്ടെന്നുള്ള യാത്ര ഭക്തിയിലേക്ക് കൂടുതൽ എൻ്റെ മനസ്സിനെ അത് അടുപ്പിച്ചു. അപ്പോൾ അടുത്തൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ നിത്യമായി ഞാൻ പോയിട്ട് സ്കൂളിൽ പോകും. സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് പഠനമായപ്പോഴേക്കും ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് ഞാൻ അച്ഛൻ്റെ അനിയൻ അവിടെ ഭാരവാഹിയായതുകൊണ്ട് നിയോഗിക്കപ്പെട്ടു. 1976 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രഭാഷണം. പിന്നെ ഈ വീടിൻ്റെ മുന്നിൽ ഒരു ശ്രീനാരായണ ഗുരുദേവൻ, അതിങ്ങോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. നാട്ടിൽ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ, റേഡിയോ ക്ലബ്ബ് പ്രവർത്തനം, പ്രസംഗമൊക്കെ ഉള്ളതുകൊണ്ട് അത് പണികഴിപ്പിച്ച വീടിൻ്റെ വാതിക്കലെ EV ഭാസ്കരൻ മുതലാളി എന്നെയും കൂടെ അവിടെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം ഞാൻ ദൈവദശകവും ഗുരുദേവ കൃതികളും ഒക്കെ ആധികാരികമായി ഒന്ന് പഠിച്ചു നോക്കി. അപ്പോൾ അതെന്നിൽ വലിയ ഒരു മാനസികമായ ഉണർത്തൽ. ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഗുരുദേവൻ, അത് നിർമ്മിച്ച ആൾ എൻ്റെ പുറകിൽ താമസിക്കുന്നു. അപ്പോൾ ഇതിലെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ ഏതോ ഒരു അവാച്യമായ ഒരു കാന്തശക്തി പോലെ എന്നെ ആകർഷിക്കുന്നത് പോലെ
ആ ഗുരുദേവ പ്രതിമ എന്നിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കി. അപ്പോൾ ഗുരുദേവ കൃതികളെക്കുറിച്ചും പഠിക്കാൻ ഞാൻ വാസ്തവത്തിൽ നിയോഗിതനായി. ഇനി ഓച്ചിറ അമ്പലത്തിലെ പ്രഭാഷണം എല്ലാ വർഷവും, അപ്പോൾ അതിൽ വ്യത്യസ്തത വേണമല്ലോ എന്ന് കരുതി ഞാൻ കൂടുതലും പഠിച്ചത് ദൈവദശകവും ആത്മോപദേശ ശതകവും ഗുരുദേവൻ്റെ സുബ്രഹ്മണ്യ കീർത്തനം. അതൊക്കെ ഒരു വലിയ തരംഗം ഉണ്ടാക്കി. കോളേജ് വിദ്യാഭ്യാസം നടക്കുമ്പോഴും ഞാൻ പള്ളികളിലും മോസ്കിലും എന്നെ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്ക് സ്ഥിരം പ്രഭാഷകനായി വിളിക്കും. ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളാണ് കറ്റാനം പോപ്പേസ് ഹൈസ്കൂൾ. അപ്പോൾ ബൈബിൾ ഞാൻ നന്നായി പഠിച്ചു. കോളേജ് പഠനം മിലാദി ഷെറീഫ് മെമ്മോറിയൽ കോളേജ്, MSM കോളേജ്, PK കുഞ്ഞിസാഹിബിൻ്റെയാണ്, കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ എൻ്റെ അടുത്ത സുഹൃത്ത് ഷെയ്ഖ് പി ഹാരിസ്. അപ്പം മുട്ടാനശ്ശേരി കോയാക്കുട്ടി സാഹിബിൻ്റെ ഖുർആൻ പഠിച്ചാൽ കോളേജിൽ നല്ല പ്രാസംഗികനാകാം എന്നൊരു താല്പര്യം എനിക്കുണ്ടായി. അതിലൊക്കെ ഒരു പരിധി ഞാൻ വിജയിച്ചു. പിന്നീട് ഈ അമ്മ ഞാൻ മാത്രം താമസിക്കുകയാണല്ലോ, ഞാൻ വളർന്നു വരുന്നു, കൂട്ടുകെട്ട് ഒക്കെ വഴിതെറ്റി പോകുമോ എന്നൊരു ആശങ്ക അമ്മയ്ക്ക് അന്ന് നന്നായിട്ടുണ്ട്. ഈ കുടുംബക്ഷേത്രത്തിലെ തന്ത്രി എറവങ്കര പുഞ്ചമണില്ലത്ത് നാരായണര് അദ്ദേഹം വന്നപ്പോൾ ഇവനെ തിരുമേനി അനുഗ്രഹിക്കണം, അച്ഛനൊന്നും ഇല്ലാതെ വളരുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ലളിതാ സഹസ്രനാമം എൻ്റെ കയ്യിൽ തന്നു. ഇത് നീ എല്ലാ ദിവസവും ജപിക്കണം. അപ്പോൾ അത് ഞാൻ ഭംഗിയായി നല്ല ഉച്ചാരണശുദ്ധിയോടുകൂടി ജപിക്കാൻ പരിശ്രമിച്ചു. അപ്പോൾ അമ്പലങ്ങളിൽ അത് ജപിക്കുന്ന ഒരു ശീലമുണ്ടായി. അങ്ങനെ കൊയ്പ്പള്ളിക്കാരായ്മ എന്ന് പറയുന്ന ഇവിടുത്തെ 2 കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രത്തിൽ ചെങ്കോട്ടോണം ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ മഠാധിപതിയായ സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ ശിഷ്യൻ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമി, അത് എപ്പോഴും ഉണ്ട്, ബോംബെയിലുണ്ട്, ഞാൻ ബോംബെയിലെല്ലാം കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സപ്താഹയജ്ഞം വന്നപ്പോൾ ഒരു ദിവസത്തെ പ്രഭാഷണത്തിന് എൻ്റെ സംഘാടകർ എന്നെ വിളിച്ചു. അപ്പോൾ സ്വാമിയും ഞാൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് നീ എല്ലാ ദിവസവും സപ്താഹം തീരുന്നവരെ വരണം എന്ന് പറഞ്ഞു. നാളെ ലളിതാ സഹസ്രനാമം ജീവിക്കുന്നത് നീയാണ് എന്ന് സ്വാമി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അത് എന്നിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ ജീവിക്കുമ്പോൾ അല്ലേ എന്നൊന്നും സ്വാമി അറിയുന്നില്ല, ഞാൻ പ്രസംഗിക്കുന്നതല്ലേ സ്വാമി കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെളുപ്പിലെ 5 മണിക്ക് അവിടെ ചെന്നു, ഞാൻ നാമം ജപിക്കുന്നു, സ്വാമി അറിയും.